ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശവും നീതിയും പ്രവർത്തനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്ത്രീകളുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നതിനും ലിംഗസമത്വത്തിനായി പ്രവർത്തിക്കുന്നതിനുമാണ് ഐക്യരാഷ്ട്രസഭ 1977 വനിതാ ദിനാചരണം ആരംഭിച്ചത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിനാണ് രാജ്യമിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡൽഹിയിലെ മനേക്ഷ സെന്ററിൽ വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്ത്രീകൾ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിത്തറയാണെന്നും വിദ്യാസമ്പന്നരും സ്വയം പര്യാപ്തരുമായ സ്ത്രീകൾക്ക് രാഷ്ട്ര പുരോഗതിയിൽ നിർണായക സംഭാവന നൽകാൻ കഴിയുമെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരും വനിതാ ദിനാശംസകൾ നേർന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശക്തി വോക്ക് പദയാത്ര സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് ശ്രീമതി അന്നപൂർണ ദേവി പറഞ്ഞു. ന്യൂഡൽഹിയിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം വനിതാ താരങ്ങൾക്കായി ദേശീയ അത്ലറ്റിക്സ് ലീഗ് അസ്മിത സംഘടിപ്പിക്കുന്നു. 3 വിഭാഗങ്ങളിലായി 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഓട്ടമത്സരങ്ങൾ തുടങ്ങിയ കായിക ഇനങ്ങളാണ് നടക്കുക. വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസ് പദ്ധതിയായ നിർഭയ നിശ കേരളത്തിലുടനീളം നടപ്പാക്കും. സംസ്ഥാനതല ഉദ്ഘാടനവും പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഇന്ന് രാത്രി തിരുവനന്തപുരം മാനവീയം വീഥിയിൽ ഡിജിപി റവാഡ ചന്ദ്രശേഖർ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. 18,300 കോടി രൂപയുടെ ഡൽഹി മെട്രോ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ഡൽഹി മെട്രോയുടെ 2 പുതിയ ഇടനാഴികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നേപ്പാൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ആർഎസ്പിക്ക് വൻ വിജയം. മുൻ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിയെ 50,000-ഓളം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ബാലേന്ദ്ര ഷാ ചരിത്ര വിജയം നേടിയത്. ഇതോടെ നേപ്പാളിലെ ആദ്യ മധ്യസ്ഥി പ്രധാനമന്ത്രിയായും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയായും 35-കാരനായ അദ്ദേഹം മാറും. ചൈനയും ഇന്ത്യയും അയൽപക്ക സൌഹൃദം ഉയർത്തിപ്പിടിക്കുകയും വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. ബീജിംഗിൽ നടന്ന 14ാമത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിനോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധത്തിൽ പുരോഗതിക്ക് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഖുദ്സ് ഫോഴ്സിന്റെ ലെബനീസ് വിഭാഗം കമാൻഡർമാരെ ലക്ഷ്യമിട്ടതുൾപ്പെടെ തെക്കൻ ലബനോണിൽ ഇസ്രായേൽ ഇന്ന് പുലർച്ചെ ആക്രമണം ശക്തമാക്കി. ശനിയാഴ്ച ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് പുതിയ നീക്കങ്ങൾ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇറാനിൽ കുറഞ്ഞത് 1230 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ മാസം 25-ന് ഖത്തറിലെ ദോഹയിൽ ആരംഭിക്കാനിരുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ യോഗം മാറ്റിവച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7-നാണ് മത്സരം. തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. കിരീടം നേടിയാൽ 3 തവണ T20 ലോകകപ്പിൽ ജേതാക്കളാകുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറും. മലയാളി താരം സഞ്ജു സാംസന്റെ മികവിൽ ഇംഗ്ലണ്ടിനെ തകർത്താണ് ഇന്ത്യ കലാശ പോരാട്ടത്തിനെത്തിയത്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. ചൈനീസ് തായ്പേയുടെ ലിൻ ചുൻ യിയാണ് എതിരാളി. ഇന്ത്യൻ സമയം വൈകിട്ട് 5-നാണ് മത്സരം. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ഇസിഐ നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കിഫ്ബിയിലൂടെ 137 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. ആധുനിക സൌകര്യങ്ങളുള്ള 4 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30-ന്.